ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി വളരെ ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ കായംകുളത്ത്. ഇപ്പോൾ രാഷ്ട്രീയമായ ഇടതുപക്ഷ മുന്നണിയെ സ്വഭാവവിശേഷങ്ങളുടെ കാര്യത്തിലും MLA വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ പിന്നെ അത് കൂവി വിളിച്ച് കരയുന്നു. അതിൻ്റെ കൂടെ ഈ തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നു. ഇതൊക്കെ ഒരു പിടിക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ 4 തവണ മത്സരിച്ചു, 3 തവണ തോറ്റു, ഇനി തോക്കാൻ വയ്യ, പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞ് അതും ഈ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ യോഗത്തിലാണ് ഒരേ സമയത്ത് കരഞ്ഞു വിളിച്ചു കൂവി വിളിച്ചു. MLA അത് അങ്ങനെ ഒരു ഇതുണ്ടോ, കരുതുന്നുണ്ടോ? ഒരു നരേറ്റീവിലൂടെ ഇങ്ങനെ സൃഷ്ടിക്കാൻ സാധാരണ തരംഗം ശ്രമമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി അടക്കം വന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അതിക്രമങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ കൊണ്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മയ്ക്ക് അടക്കം കുടുംബത്തിൽ നിന്നുള്ളൊരു പിന്തുണ എങ്ങനെയാണ്? ശക്തമായ പിന്തുണ കിട്ടാതെ ഒരു സ്ത്രീക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. എല്ലാ കാലത്തും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് പാർട്ടിയും അവരുടെ കുടുംബം തന്നെയാണ്. അപ്പം അത് വ്യത്യസ്തം. ഇത് ഞങ്ങൾക്ക് പാർട്ടിയും കുടുംബമാണ്. പാർട്ടി സപ്പോർട്ടും കുടുംബ സപ്പോർട്ടും എല്ലാം ഒന്നിച്ച് ചേർത്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ത്രീക്ക്. അത് വളരെ ഭംഗിയായിട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ രംഗത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. എല്ലാവിധമായ പിന്തുണയും വീട്ടിനകത്തു നിന്നുകൊണ്ട് പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് ആദ്യം പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടെന്നുള്ള വലിയ രൂപത്തിൽ അടിച്ചിറക്കി മറ്റൊരു തരത്തിലൊരു ഇതുണ്ടാക്കാൻ നോക്കി. ഇവിടെ തന്ത്രം മാത്രമാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. നമുക്ക് നേര് പറയാം, ശരി പറയാം, നേര് പറഞ്ഞ് വോട്ട് പിടിക്കാം, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളാവാം. അത് ഞങ്ങൾ ഇന്നും എല്ലാ കാലത്തും അതാണ്. പ്രത്യേകിച്ച് കായംകുളത്തെ രാഷ്ട്രീയം എല്ലാവരും ഇവരെല്ലാവരും ഇലക്ഷൻ്റെ പ്രചരണ പ്രവർത്തനത്തിന് ലീഡിങ് റോള് ചെയ്യുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും LDF ആണ്. അപ്പോൾ ആരും തന്നെ അനാവശ്യമായ ഒരു വാക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ കൊടുക്കാറില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഞങ്ങൾക്ക് സൃഷ്ടിച്ചതാണ് ഒരുപാട്. അന്നും പറയാത്ത വാചകങ്ങൾ ഉയർത്തിക്കാട്ടി ഞങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലത്തും. അന്നും ഇതുപോലെയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വളച്ചൊടിച്ചു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും കേൾക്കെ ഇത്രയും മോശമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നവരല്ല ഞങ്ങൾ. ഒരു പറ്റം പാവപ്പെട്ട താഴെയുള്ള സഖാക്കളടക്കം ഒരുപാട് പേർ അധ്വാനമാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അത് ഞങ്ങൾ ആ രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇത് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, ഇതും ഞാൻ വ്യക്തിപരമായി ഇതിനെ ഞാൻ എടുക്കുന്നില്ല. കാരണം ഇത്രയും സുസംഘടമായ സംഘടന കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യത്തിൽ വിഷമം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരാളുടെയും കുടുംബമല്ലല്ലോ, അവരുടെ കുടുംബമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയമാണ്, സംഘടനയാണ്. അത് നേരത്തെയും പറഞ്ഞു. അദ്ദേഹം അത് ആലപ്പുഴയുടെ MP തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു കൺവെൻഷൻ്റെയിലാണ് തുടർന്ന് ഈ നാടകീയമായ രംഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയും. ഇലക്ഷന് സഹതാപമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇലക്ഷൻ ഞങ്ങൾക്ക് രാഷ്ട്രീയം തന്നെയാണ്. വ്യക്തമായിട്ട് ഞങ്ങളതാ പറയുന്നത്. പിന്നെ നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇത്തരത്തിൽ കേരളത്തിൽ നല്ല ഒരിടത്തും അനാവശ്യമായി ഒരു സ്ത്രീയെയും അപമാനിച്ചുകൊണ്ട് 10 വോട്ട് കൂടുതൽ നേടാനായിട്ട് ദയവ് ചെയ്ത് ഒരാളും ശ്രമിക്കരുത്. വ്യക്തിപരമായി തന്നെ തങ്ങളെ പല രീതിയിൽ നിൽക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പ്രതിഭ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രതിഭ കരയുന്നത്. അത്രയും മാനസികമായി ബാധിച്ചു എന്നല്ലേ ഇതിന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അത് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഓരോരുത്തരടുത്ത് കേട്ട് നോക്കിക്കോ. മറ്റേതൊരു പരാമർശത്തെയും പോലെ അല്ലല്ലോ ഇത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതാണല്ലോ. ഞങ്ങൾക്കും എല്ലാം ഓടിയെത്തുകയും അത്രമാത്രം പ്രതിഷേധവും രോഷവും ഈ കാര്യത്തിൽ ഞങ്ങൾ ഫോണിലൂടെയും മറ്റു രൂപത്തിലും എല്ലാം ബന്ധപ്പെട്ട് നേതാക്കന്മാർ ഇവിടെ എത്തി. സഖാവ് യു പ്രതിഭയുടെ പിന്നിൽ കായംകുളത്തെ LDF നേതൃത്വം ഒറ്റ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച.